ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവും അതുപോലെ തന്നെ രാഹുലും ശാരിയും കൂടി സംസാരിക്കുകയാണ്. സരയു പറയുന്നുണ്ട്, അതെ, ഞാൻ കല്യാണിയെ കൊന്നാലും അതുപോലെ കിരണിനെ കൊന്നാലും ആരെ കൊന്നാലും എൻ്റെ പുറകെ പോലീസ് ഉണ്ടെങ്കിൽ ആ കുറ്റം നിങ്ങൾ ഏറ്റെടുത്തോളണം, പോലീസിന് പിടി നിങ്ങൾ കൊടുത്തോളണം എന്ന് രാഹുലിനോട് പറയുകയാണ് സരയു. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് നിങ്ങൾ ഒരാൾ മാത്രമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അത് ശരിയാണ് മോള് പറഞ്ഞതെന്നൊക്കെ ശാരിയും സരയുവിൽ നിന്ന് സപ്പോർട്ട് നിൽക്കുകയാണ്. മോളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിലും അവർക്കൊക്കെ ഇത്തിരി അഹങ്കാരം കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സരയു അതൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ്. അതേ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, മോളെ അതിൽ നിന്ന് തടയണം, കാരണം അവർ രണ്ടുപേരും ഒന്നിപ്പിക്കേണ്ട എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, അതായത് കിരണിനെയും സരയുവിനെയും. അപ്പൊ ഇത്ര നാൾ ആഗ്രഹമൊക്കെ മാറ്റി വെച്ചിരിക്കായിരുന്നല്ലോ, ഇപ്പൊ വീണ്ടും വന്നു നിങ്ങളുടെ മനസ്സിലേക്ക് ആഗ്രഹം എന്ന് ശാരി ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത് മാറ്റി വെച്ചതൊന്നല്ല, എൻ്റെ മനസ്സിൽ ആദ്യമേ ഉള്ളതാണ്, അതെന്റെ മനസ്സിൽ നിന്ന് പോയിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ശാരി പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എന്തായാലും മകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പിന്നെ തന്നെയല്ല ഇന്നല്ലെങ്കിൽ നാളെ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ അവൾ അറിയുമ്പോൾ അവൾ തകർന്നു തരിപ്പണമാകും. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ച കാണാൻ സന്തോഷത്തോടു കൂടി അവർ കാത്തിരിക്കുകയാണ് കിരണും കല്യാണിയും ഒക്കെ. അവരിതൊക്കെ കണ്ട് സന്തോഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, കാരണം അവരവിടെ അതിനു മുൻപ് അവരെ അവിടെ നിന്ന് എന്തെങ്കിലും നിലവിളി കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ, അവർക്ക് അത്രയ്ക്ക് അഹങ്കാരമാണെന്നൊക്കെ ഇങ്ങനെ വീണ്ടും ശാരി അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വേഗം ശാരി മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ സരയു അപ്പുറത്ത് നോക്കി നിൽക്കുകയാണ്, ജനലിന്റെ അപ്പുറത്തെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ കിരണിന്റെ വീട്ടിലേക്ക് ജനലിന്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ കിരണിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും പിറന്നാൾ ആഘോഷത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് കാറിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പൊ താരയൊക്കെ കൂടെയുണ്ട്. അങ്ങനെ താരയെ ഇങ്ങനെ കണ്ണുറപ്പിച്ച് കാണിക്കുകയാണ്. മനസ്സിൽ ഇങ്ങനെ സരയു വിചാരിക്കുന്നു, എന്തായാലും നിങ്ങൾ ആഘോഷിക്കടാ, നിങ്ങൾ ആഘോഷിച്ചതിന് ശേഷം അടുത്ത ദിവസം നാളെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആംബുലൻസ് വരും. ആ ആംബുലൻസ് വന്നതോടുകൂടി നിങ്ങളുടെ വീട്ടിൽ കൂട്ടക്കരച്ചിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത കൊല്ലം ഇതേ സമയത്ത് നിന്റെ ആണ്ടിനുള്ള കർമ്മങ്ങളായിരിക്കും നടക്കാൻ പോകുന്ന, നിന്റെ ജനനവും മരണവും ഒക്കെ ഒരു ദിവസം അടുത്തടുത്ത ദിവസങ്ങളിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വരികയാണ് നമ്മുടെ ശാരി. അപ്പൊ ശാരിയെ കാണുമ്പോൾ ഇതാണ് എൻ്റെ അമ്മ എന്നിങ്ങനെ മനസ്സിൽ സരയു പറയുന്നുണ്ട്. ഈ അമ്മയെ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ്, അതായത് താര തൻ്റെ അമ്മയാണെന്ന് നാട്ടുകാർ അറിയുന്നതിന് മുൻപ് തന്നെ അവളെ ഇല്ലാതാക്കണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ അങ്ങനെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശാരി വരുന്നത് കാണുമ്പോൾ ശാരി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താന്ന് ചോദിക്കാൻ. അപ്പൊ ദേ കണ്ടില്ലേ, അവരെല്ലാവരും കൂടി ദേ എവിടേക്കോ പുറപ്പെടുകയാണ്, അവര് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എല്ലാം തോന്നുന്നു എവിടേക്കോ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പൊക്കോട്ടെ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇല്ല, അപ്പൊ ശാരി ചോദിക്കുകയാണ്, എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്, കിരണിനൊക്കെ എന്തെങ്കിലും അപകടപ്പെടുത്താൻ മോള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അതിന് വേണ്ട ആൾക്കാരെ തയ്യാറാക്കിയിട്ടുണ്ട്, അവരത് കൃത്യമായി ചെയ്തോളും, ഞാൻ അതിന് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട് എന്ന് സരയു പറയാണ്. അപ്പോൾ അതെന്തായാലും വേണം, എന്തായാലും ആ കല്യാണിക്ക് അത്രയ്ക്ക് അഹങ്കാരമുണ്ട്, അവളുടെ കൂട്ടക്കരച്ചിൽ എന്തായാലും കേൾക്കണം, അങ്ങനെ തന്നെ വേണം മോളെ, അതിന് അങ്ങനെയൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശാരി. അങ്ങനെ സരയു പറയാണ്, ദേ പോണ്, അവളും പോയിട്ടുണ്ട് എൻ്റെ അമ്മ എന്ന് പറയുന്ന സമയത്ത്, മോളെ അങ്ങനെ പറയല്ലേ എന്ന് പറയാണ്. അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സരയു ചോദിക്കുകയാണ്. അപ്പൊ ശാരി പറയുന്നുണ്ട്, എന്ത് സത്യമുണ്ടാവാൻ, മോൾ എന്താ അങ്ങനെ പറയുന്നത്, പക്ഷെ വെറുതെ പോലും അങ്ങനെ പറയത്, അമ്മയ്ക്കത് വിഷമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയും വിക്രത്തിനെയാണ്. അങ്ങനെ പ്രകാശനും വിക്രവും വലിയ ഇങ്ങനെ വിനയത്തോടു കൂടി തന്നെ ആ ഒരു ഹാളിലേക്ക്, അതായത് അവരുടെ ആ വൃദ്ധസദനത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അവിടേക്ക് വരുമ്പോൾ അവരിങ്ങനെ മാറുന്ന സംസാരിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, ഇന്ന് എന്തായാലും അവരുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കണം, അതെ, ഇന്ന് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട, അവരെന്ത് പറഞ്ഞാലും കടിച്ചമർത്തി അങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അതെ എന്നിങ്ങനെ പറയാണ്. പിന്നീട് നമ്മുടെ അവിടേക്ക് ഒരു അമ്മൂമ്മ വരികയാണ്, അതായത് നമ്മുടെ ഭാനുമതി അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആ അമ്മൂമ്മ വരുന്നുണ്ട്. അപ്പൊ അമ്മൂമ്മ ചോദിക്കാണ്, അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, നീ ആ ഭാനുമതി അമ്മയുടെ മകനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതെ, ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ മകൻ, അതായത് ഭാനുമതി അമ്മയുടെ ചെറുമകൻ എന്ന് പറയാണ്. ഇവനായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. നീ മകനെയും ചെറുമകനെയൊക്കെ പറ്റി നല്ല രീതിയിൽ ഭാനുമതി അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഒരു രാജകുമാരനാക്കാൻ നോക്കിയിട്ട് ഒരു ആയിട്ടുള്ള കഥകളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്, നിങ്ങളുടെ ദുഷ്ട മനസ്സുമായിട്ട് ഇവിടേക്ക് എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങളുടെ മനസ്സൊക്കെ മാറി, അമ്മയുടെ മനസ്സ് മാറി, പിന്നെ അമ്മയുടെ കൂടെ ഞങ്ങൾ നിൽക്കാമെന്ന് കരുതി, ഞങ്ങളുടെ മനസ്സ് മാറിയിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കില്ല ഞാൻ എന്നൊക്കെ ആ അമ്മൂമ്മ പറയുന്നുണ്ട്.
നിങ്ങൾ വരുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ഇതറിയായിരുന്നെങ്കിൽ ഞാനുണ്ടല്ലോ മീൻ കഴുകിയ വെള്ളം അത് ഞാനിവിടെ എടുത്തു വെച്ചേനെന്ന് ആ അമ്മൂമ്മ പറയുന്നുണ്ട്. അത് എന്നിട്ട് നിങ്ങളുടെ തലവഴി ഒഴിക്കാനായിട്ടെന്നും കൂടി പറയണ കേൾക്കുമ്പോൾ പ്രകാശൻ ഇങ്ങനെ ദേഷ്യം അങ്ങനെ കടിച്ചമർത്തുന്നുണ്ട്. അതേ സമയത്ത് ഇല്ല ഞങ്ങൾ നന്നായി, എനിക്ക് ഞങ്ങളുടെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കിരൺ സാറിൻ്റെ പിറന്നാളാണെന്നുള്ള കാര്യം അറിഞ്ഞതെന്ന് പ്രകാശൻ പറയുന്നുണ്ട്. അതെ, കിരൺ സാറിൻ്റെ പിറന്നാളാണ്, കിരൺ സാറൊക്കെ ഇവിടേക്ക് വരും എന്ന് അമ്മൂമ്മ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു കാര്യം നടക്കുന്നിടത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വേണ്ട, എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും കരുതിയിട്ടാ വന്നിട്ടുള്ള ഒന്നും നടക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ അവിടെ നിന്നും പോകുന്നുണ്ട്. ദേ ഭാനുമതി അമ്മ അവിടെയുണ്ട് എന്നും പറഞ്ഞ് ഭാനുമതി അമ്മയുടെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ ആ ഈ തള്ളനെ ഞാൻ എന്നും പറഞ്ഞിങ്ങനെ കടിച്ചമർത്തുകയാണ്. അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇതുപോലെ പലരും വന്ന് നമ്മളോട് പറയും, പക്ഷെ ഒന്നും ഇത് സംസാരിക്കാനോ പ്രതികരിക്കാനോ നിൽക്കണ്ട, നമ്മൾ ഇന്ന് എന്തായാലും തകർത്ത് അഭിനയിക്കണം, ഇന്ന് നാളത്തോടുകൂടി അവൻ്റെ കഥ തീരുകയാണ്, അവന് ആ പിറന്നാളുകാരൻ ഇല്ലാതാകുന്നവരെ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വേഗം പോകുന്നത് ഭാനുമതി അമ്മയുടെ റൂമിലേക്കാണ്. ഭാനുമതി അമ്മയാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് അവർ പെട്ടെന്ന് ഇങ്ങനെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെയാണ് കാണുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാനുമതി അമ്മ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്, എന്നെ കാണാനോ, എന്തിനാ എന്നെ കാണാൻ വരുന്നത്, നിങ്ങൾ ഇവിടേക്ക് വരണ്ട, നിങ്ങളെ കയ്യിലെന്താ വല്ല ബോംബ് മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് കിരൺ മോൻ്റെ പിറന്നാളാണ്, അതിനുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മേ ഞങ്ങളുടെ മനസ്സ് മാറി, അമ്മയുടെ മനസ്സ് മാറിയില്ല, അതുപോലെ തന്നെ ഞങ്ങളും നല്ലതായി, ഇനി ഞങ്ങൾ വേറൊരു പൊട്ട ചിന്തയിലേക്ക് ഞങ്ങൾ പോകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഭാനുമതി അമ്മ പറയുന്നുണ്ട് അതെ എനിക്കിപ്പോൾ ഇവിടെ നല്ല സുഖമാണ്, 3 നേരം ഭക്ഷണവും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല സുഖമായി ഉറക്കവും എനിക്ക് കിട്ടുകയാണ്, അതൊക്കെ നിങ്ങൾ ഇല്ലാതാക്കണ്ട, കല്യാണി മോളുടെ കരുണ കൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ ഇല്ലാതാക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മേ ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്, എന്താ നിന്റെ ഉദ്ദേശം, നീ എന്തിനാ അച്ഛനെയും കൂടി ഇങ്ങോട്ട് വന്നത്, ഇവിടെ ഇവനെ നിർത്താനാണോ, അതൊന്നും ഒരിക്കലും നടക്കില്ല, ഇവനെ ഇവിടെ നിർത്താൻ ഞാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശനോട് പറയുന്നുണ്ട്. അങ്ങനെ ഭാനുമതി അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ കിരണും കല്യാണി എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. കിരണിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കുന്ന കിരൺ സാറിന് സ്വാഗതം എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് പ്രകാശനൊന്നും തീരെ പിടിക്കുന്നില്ല. അങ്ങനെ കിരണും കല്യാണിയും അതുപോലെ ദീപയും താരയും കൂടി വരികയാണ്. അങ്ങനെ അവർ വരുന്ന കാണുമ്പോൾ പ്രകാശൻ വിക്രത്തിനെ തലോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ വരുന്നുണ്ട്. അതേ നിന്റെ അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അതേ സമയത്ത് എല്ലാവരും അവിടുത്തെ അന്തേവാസികളെല്ലാവരും ഫ്ലവറൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കിരണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കിരണിന് എല്ലാവരും ബൊക്ക കൊടുക്കുകയും അതുപോലെ എല്ലാ ഫ്ലവറും അവർ ഓരോരുത്തരെ കൊടുക്കുകയും അതൊക്കെ വാങ്ങി താങ്ക് യു പറയുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കിരൺ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭാനുമതി അമ്മയാണെങ്കിൽ കിരണിൻ്റെ നെറുകയിൽ കൈവച്ചിട്ട് മോൻ നന്നായി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനുഗ്രഹിക്കുകയാണ്, ആയുസ്സൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഭാനുമതി അമ്മയെ ഒരുപാട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും. അതേ സമയത്ത് ഭാനുമതി അമ്മ പറയാണ് മോനെ 2 പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഇതേ 2 ദുഷ്ടന്മാർ, ആരാ അമ്മൂമ്മ എന്ന് ചോദിക്കുകയാണ് കല്യാണി. അപ്പോൾ ആ സമയത്ത് ആരാണ് ദുഷ്ടക്കൂട്ടങ്ങൾ 2 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ പ്രകാശിനെയും വിക്രത്തിനെയും കാണുകയാണ്. അപ്പം എല്ലാവരും പ്രകാശിനെയും വിക്രത്തിനെയും കാണുന്നുണ്ട്. അപ്പം ആ സമയത്ത് എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. അപ്പം എന്തിനാ ഇവരിങ്ങടേക്ക് വരുത്തിയത് എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മാനേജർ പറയാണ്, ആ സ്ത്രീ പറയുന്നുണ്ട് അയ്യോ ഞാൻ കണ്ടില്ല മാഡം എന്ന് പറയണം. എന്തായാലും ഇയാളെ ഇവിടെ താമസിപ്പിക്കാനൊന്നും പറ്റില്ല, അമ്മൂമ്മയുടെ സ്വഭാവം മാറിയത് നല്ലത് ആയതുകൊണ്ട് മാത്രമാണ് അമ്മൂമ്മയെ ഇവിടെ നിർത്തിയത്. എന്തായാലും ഈ സ്ത്രീ ഇയാളെ ഇവിടെ നിർത്താൻ അതിനും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെ നിർത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വളരെ അവിടെ നിന്നിട്ടും അങ്ങനെ വളരെ ദേഷ്യത്തോടുകൂടി അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പ്രകാശനും വിക്രവും കൂടി വരുന്നുണ്ട്. അങ്ങനെ പ്രകാശനും വിക്രവും വരുമ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എന്തിനാ നിങ്ങൾ ഇവിടേക്ക് വന്നത്, നിങ്ങളെ സ്വഭാവം തീരെ ശരിയല്ല. അപ്പം ദീപ ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, മനസ്സിൽ ദുഷ്ടതരങ്ങൾ വെച്ചിട്ടാണ് മറച്ചു വെച്ചിട്ടാണ് അവരിവിടെ പാവങ്ങളെ പോലെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രകാശം മനസ്സിൽ കരുതാണ് എൻ്റെ മനസ്സിലുള്ളത് അവൾ അതുപോലെ കണ്ടെത്തിയല്ലോ, ആടി അതേടി അങ്ങനെ തന്നെയാണടി എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. അവരവിടെ നിന്നോട്ടെ വാ എന്തായാലും. അപ്പോൾ നമ്മുടെ വിക്രം പറയാണ് അല്ല ഇന്ന് ഇവിടെ അന്നദാനമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു, അപ്പോൾ ഇവിടുന്ന് അന്നദാനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരില്ലല്ലോ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. ഒരു പാവത്തിനെ പോലെ ഇങ്ങനെ പറയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഇവിടെ വേറെ ഇതൊന്നുമില്ല, പിന്നെ അന്നദാനം അത് മഹാദാനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം എന്നും പറഞ്ഞു വാ എന്നും പറഞ്ഞ് അവരങ്ങനെ അകത്തോട്ട് പോവുകയാണ്.
അതേ സമയത്ത് പ്രകാശൻ വിക്രവും പറയുന്നുണ്ട് അവർ സന്തോഷിക്കട്ടെ എന്തായാലും ഇന്നത്തോടുകൂടി അവരെ സന്തോഷമൊക്കെ നിൽക്കും. അവനെന്തായാലും ഈ ഭൂമി വിട്ടു പോവാൻ പോവുകയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് അവര് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അഭിനയിച്ച് നിന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.